4000 വർഷങ്ങൾക്ക് മുൻപ് ബക്ക എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനോടൊപ്പം ജീവിച്ച ഒരു സമയത്ത് അവിടെ ഒരു ചെറിയ പള്ളി പണിയുകയും ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ വജ്അൽ ഹാദാ ബലദൻ ആമിനൻ, ഈ ഒരു പ്രദേശത്തെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ, അവർക്ക് അവിടെ ജീവിക്കുന്നവർക്ക് അവിടെ തന്നെ ഭക്ഷണം ലഭ്യമാക്കണമേ, തനിക്കും തൻ്റെ വരാനിരിക്കുന്ന തലമുറകൾക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാക്കി മാറ്റണമേ. ഇങ്ങനെ നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരുപക്ഷെ ആ പ്രവാചകൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ വിശാലത കാരണം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥനയുടെ പിന്തുടർച്ചയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വരുന്നത്, ആ പ്രവാചകൻ്റെ തന്നെ സന്താന പരമ്പരകളിൽ. ഇതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. എൻ്റെ മുമ്പിലുള്ള എല്ലാവരും സ്കൂളിലൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവരായിരിക്കും. ഈ ചരിത്ര പുസ്തകങ്ങളിലെല്ലാം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായ വികാസം പ്രാപിക്കുകയും പിൽക്കാലത്ത് നശിച്ചൊടുങ്ങുകയും ചെയ്ത വിവിധ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഹാരപ്പൻ മോഹൻജദാരോ സംസ്കാരത്തെക്കുറിച്ച്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച്, സുമേറിയൻ സംസ്കാരത്തെക്കുറിച്ച്, ഇൻക മയ സംസ്കാരത്തെക്കുറിച്ച്, വയാങ്ഹോ സംസ്കാരത്തെക്കുറിച്ച്, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊള്ളുകയും പല കാരണങ്ങളാൽ, അറിയപ്പെടാത്ത കാരണങ്ങളാൽ നശിച്ചു പോവുകയും ചെയ്ത സംസ്കാരങ്ങൾ. എന്നാൽ 4000 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രവാചകൻ ഏതൊരല്ലാഹുവിനെ ആരാധിച്ചുവോ, ഏതൊരു മതത്തിൽ വിശ്വസിച്ചുവോ, ഏതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായോ ഏതൊരാദർശത്തെ മുറുകെ പിടിച്ചുവോ, അതേ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതേ സംസ്കാരത്തിൻ്റെ വക്താക്കളായി ജീവിച്ച ഒരേ ഒരു ജനതയെ ഇന്ന് ലോകത്തുള്ളൂ, അത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടെ മുസ്ലിങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ലോകത്ത് നിലവിലുള്ള സംസ്കാരങ്ങളിലെ, ജീവിക്കുന്ന സംസ്കാരങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരത്തിൻ്റെ ആദർശത്തിൻ്റെ വക്താക്കളാണ് നമ്മളെന്ന്. ഇതിന്ന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയുന്നതിന് ഒരു പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ നാട് ഇന്ന് ദേശീയതയുടെ ചില സംസ്കാരങ്ങളുടെ ഓവുചാലുകളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തേക്കാൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആദർശത്തെയും സംസ്കാരത്തെക്കാളും മഹത്തരമായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്നും, ആ സംസ്കാരത്തെ നമ്മൾ കൂടെ പുൽകേണ്ടതുണ്ട്, നമ്മൾ കൂടെ അതിനെ ആലിംഗനം ചെയ്യേണ്ടതുണ്ട്, സ്വാംശീകരിക്കേണ്ടതുണ്ട്, അതിനെ നമ്മൾ കൂടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടതുണ്ട് എന്നു നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിച്ച ഒരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്കിന്നും ലോകത്തെ പിന്തുടർച്ചയുണ്ട്. ഒരുപാട് ദേശങ്ങളിൽ ആ ഭാഷ ഇന്നും സംസാരിക്കപ്പെടുന്നുണ്ട്, ജീവൽ ഭാഷയായി നിലനിൽക്കുന്നുണ്ട്. അതേ അള്ളാഹുവിനെ ഇന്നും ഒരുപാട് ദേശങ്ങളിൽ കോടാനകോടി മനുഷ്യർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ആ പ്രവാചകൻ എന്തൊരു നോമ്പ് നോറ്റുവോ, എങ്ങനെ നമസ്കരിച്ചുവോ, ഇതെല്ലാം ഇന്നും പിന്തുടരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക്
ഒരാദർശമുണ്ട് എന്നും ഒരു സംസ്കാരമുണ്ട് എന്നും നമ്മളാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരത്തിൻ്റെ വക്താക്കളാണ് എന്നും അഭിമാനത്തോടെ നമ്മൾക്ക് പറയാൻ കഴിയേണ്ടത്. നമ്മൾക്കറിയാം, സുമേറിയക്കാർ അല്ലെങ്കിൽ ബാബിലോണിയയിലെ സംസ്കാരമൊക്കെ ഉള്ള സമയത്തും അറബ് നാടുകളിൽ നിന്ന് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ അറബ് ജനത തന്നെയാണ് പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആദർശവുമായി മക്കയിൽ വന്നപ്പോൾ ആ മക്കയിൽ നിന്ന് ആ ആദർശവുമായി ഈ കേരളത്തിലേക്ക് വന്നതും അതേ കാലത്തു തന്നെ ഇസ്ലാം ഉണ്ടായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പ്രവാചകൻ്റെ കാലത്ത് അവരേതു തരത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനുള്ള, സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം ജനിച്ച ഒരു ജനവിഭാഗമാണ് കേരളീയർ. അന്നത്തേത് എന്തൊരു ഇസ്ലാമായിരുന്നു, അതേ ഇസ്ലാമിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങേണ്ടത്, അല്ലെങ്കിൽ അതേ ഇസ്ലാം തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് വാദിക്കുന്നത് കൊണ്ടാണ് നമ്മളെ തന്നെ സലഫുകളെന്ന് വിളിക്കുന്നത്. അതും അഭിമാനബോധത്തോടെ നമ്മൾക്ക് പറയുവാൻ കഴിയണം. പലപ്പോഴും സമന്വയത്തിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ടത്, എൻ്റെ സംസ്കാരത്തിന്, എൻ്റെ ആദർശത്തിന്, ഞാൻ പിന്തുടരുന്ന ജീവിതപാതയ്ക്ക് ഏതെങ്കിലും രീതിയിൽ തകരാറുകളുണ്ടോ എന്നുള്ളത്. അത് മാറ്റുരച്ച് നോക്കുവാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു പ്രവാചകൻ്റെ പാതയിൽ അല്ലെങ്കിൽ ആദർശത്തിലെത്തുകയും ചെയ്യുന്നത്. നമ്മളറിയേണ്ട, ഇന്ന് നമ്മളൊരു മഹല്ല് സമ്മേളനം നടക്കുകയാണ്. എന്തുകൊണ്ടൊരു മഹല്ല് സമ്മേളനം അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു മഹല്ല് വേണമെന്ന് ആലോചിക്കുന്നവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ ഈ ദേശത്ത്, ഈ രാജ്യത്ത് ഒരുപക്ഷെ നമ്മളോടൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കുകയാണ്, അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവുണ്ടോ? അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം വിശ്വസിക്കാൻ, പിന്തുടരാൻ കഴിയുന്ന ഒരു മുസ്ലിം നേതാവിന്ന് ഇന്ത്യയിലുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ഒരു ശൂന്യതയിലാണ് ഈ മുസ്ലിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വത്തെ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായിരുന്ന നേതാക്കളെ, അത്തരത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ടായിരുന്ന നേതാക്കളെ പോലും ഇല്ലാതെയാക്കുകയും പാർലമെൻറ്റിലേക്ക് ഒരൊറ്റ മുസ്ലിം പ്രതിനിധിയെ പോലും അയക്കാൻ തയ്യാറില്ലാത്തൊരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുവാൻ കഴിയുക? എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു നേതൃത്വത്തെ ഉണ്ടാക്കിക്കൊണ്ടുപോകാൻ കഴിയുക? എങ്ങനെയാണ് ഒരു കൊടിക്കീഴിൽ, ഒരു നേതാവിൻ്റെ, ഒരാദർശത്തിൻ്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് യോജിക്കുവാൻ കഴിയുക, മുന്നോട്ട് പോകാൻ കഴിയുക? നാളേക്ക് വേണ്ടി, അല്ലെങ്കിൽ നാളെ നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ കുട്ടികളുടെ ഭാവി, ഇതെല്ലാം തന്നെ സുരക്ഷിതമാക്കി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ നമ്മൾക്ക് ഒരു നേതൃത്വത്തെ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയും? ഈ ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം, മുസ്ലിം സമൂഹം ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും കൃത്യമായി മഹല്ലുകളായി രൂപപ്പെട്ട് ആ മഹല്ലുകൾക്ക് കോർഡിനേഷൻസ് ഉണ്ടായി അവ ഒരു ഏകീകരണ സ്വഭാവത്തോടെ പ്രവർത്തിക്കുകയും അതിലൂടെ മുസ്ലിങ്ങൾക്ക് ഒരു സമവായത്തിലെത്തുന്ന അല്ലെങ്കിൽ ഒരു ഐക്യപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മനോനില ഉണ്ടാക്കിയെടുത്ത് ഒരു നേതൃത്വത്തെ ഉണ്ടാക്കി കൊണ്ടുവരിക തന്നെ വേണം. അത് നമ്മുടെ മഹല്ലുകളിൽ പോലും ഒരുപക്ഷെ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ, പ്രാദേശികമായി പോലും നമ്മൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ നാളെ വലിയ വിപത്തുക്കളെ അഭിമുഖീകരിക്കേണ്ടി വരും. മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ വളരെ സുരക്ഷിതമാണ് എന്നൊരു വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ വരാനിരിക്കുന്ന ചില അപകടങ്ങളെ അല്ലെങ്കിൽ മൂടിക്കൊണ്ടിരിക്കുന്ന കാർമേഘങ്ങളെ ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എവിടെ നിന്നോ ഉയർന്നു വന്ന ഒരു മലപ്പുറം ജില്ല വിഭജിക്കണം, അല്ലെങ്കിൽ മലബാറിൽ ഒന്നോ രണ്ടോ പുതിയ ജില്ലകൾ ആവശ്യമുണ്ട്
എന്ന രൂപത്തിലുള്ള ചില ആശയങ്ങൾ ആരെല്ലാമോ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ ചില പ്രത്യേക അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി നടക്കുന്ന പ്രചരണങ്ങളാണ് എന്ന് ഒരു ഭാഗത്ത് ചിലരെല്ലാം ശക്തമായി വാദിച്ചു. എന്നാൽ അതിനേക്കാൾ ശക്തമായി കൊണ്ട് മറ്റൊരു വാദം കൂടെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മലബാറിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണമെന്നാണ്. ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനു വേണ്ടി, ഈ പ്രദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ അല്ലെങ്കിൽ മലബാറിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം. സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ലക്ഷദ്വീപിൽ അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ഇന്ന് എന്തു സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് അല്പമെങ്കിലും പത്രങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ഭരണകൂടമില്ല. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ എന്തു താന്തോന്നിത്വവും നടപ്പാക്കാൻ കഴിയുന്ന വിധം ഏതു രീതിയിലും ആ ജനങ്ങളുടെ ജീവിതം സമാധാനപരമായി ലോകത്തിൽ ഏറ്റവും സമാധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗം, 97% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്തിൻ്റെ സ്വൈര ജീവിതത്തെ വളരെ ആസൂത്രിതമായി തകർത്തു കളഞ്ഞതിൻ്റെ ഒരു രേഖാചിത്രം നമ്മളുടെ മുൻപിലുണ്ട്. ഇവിടെ മാത്രമല്ല സഹോദരങ്ങളെ, ഹരിയാനയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയായിരുന്നു നൂഹ്, പഴയ മേവാത്ത് എന്ന് പറയുന്ന ജില്ല. ആ ജില്ലയെ അവർ 4 പ്രദേശങ്ങളിലേക്ക് വിഭജിച്ചു കൊടുത്തു. മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമില്ലാതെയാക്കാൻ മുസ്ലിങ്ങൾക്ക് ശക്തമായ ഒരു നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. അതിനെ ഛിന്ന ഭിന്നമാക്കി. ഇന്നവിടെ പോലും ഒരു MLA ജയിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയാവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പം നമ്മൾ പലപ്പോഴും മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് ഇവിടെ നമ്മൾക്ക് നഷ്ടപ്പെടാത്ത ഒരു ആധിപത്യമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ, ആദർശത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടല്ലാതെ, അള്ളാഹുവിൽ നിന്നുള്ള സഹായം കൊണ്ടല്ലാതെ അത് സാധ്യമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയ കക്ഷികളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പിൻബലം കൊണ്ടോ ഒക്കെ ഇത് നേടിയെടുക്കാൻ, നിലനിർത്താൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യാമോഹമാണ്, അല്ലെങ്കിൽ നമ്മളുടെ മിഥ്യാധാരണയാണ്. അതുകൊണ്ട് തന്നെ മഹല്ല് സമ്മേളനങ്ങൾക്ക്, മഹല്ലുകളുടെ കെട്ടുറപ്പിന്, മഹല്ല നിലയിൽ നമ്മൾ യോജിക്കുന്നതിൻ്റെ, പ്രവർത്തിക്കേണ്ടതിൻ്റെ, ഈ ആദർശത്തിനു വേണ്ടി നമ്മൾ ശക്തമായി നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം അതാണ്. നമ്മൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ആദർശത്തിൻ്റെ പ്രബോധകരായി മാറേണ്ടതുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. സഹോദരങ്ങളെ, മണ്ണ് നഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് കാൽപാദങ്ങൾക്കടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നുവെന്ന് ഭയപ്പെടുന്ന നമ്മൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും കരുത്തുറ്റ ആശ്വാസവചനമാണത്. നിങ്ങൾ എന്നെ സഹായിക്കൂ. ഈ ആദർശത്തെ ലോകത്തിൻ്റെ മുൻപിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഏർപ്പെടാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുകൊണ്ട് തന്നെ ഈ മഹല്ല സമ്മേളനം ഒരു കേവലം കൂടിച്ചേരലായി മാത്രം നമ്മൾ കാണരുത്. ഇത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. ഒരു മഹത്തായ നേതൃത്വത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള, നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള, അതിനെ നാളേക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത്, പരിണമിപ്പിക്കേണ്ടത് എന്നുള്ള ഒരാശയത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചെറിയ കൂട്ടായ്മയായി നമ്മൾ കാണാതിരിക്കുക. ഇതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം, ഇത്തരത്തിലുള്ളൊരാഗ്രഹം, ഇത്തരത്തിലുള്ളൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇരുത്തം, നമ്മുടെ ഇന്നത്തെ ഈ കൂടിച്ചേരൽ, ഇതിൻ്റെയൊക്കെ ഒരു വലുപ്പം, ഒരു മഹത്വം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും അത്തരത്തിലുള്ളൊരു മനസ്സോടെ ഇവിടെ നടക്കുന്ന ഓരോ ക്ലാസ്സുകളും കേട്ട് സ്വയം എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗവാക്കാകാൻ കഴിയുക എന്ന് നമുക്ക് ആലോചിക്കാൻ ഉള്ളൂ. നാളെയൊക്കെ നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കേണ്ടവരാണ്. പരലോകത്ത് നമ്മൾ വിശ്വാസികളായി തന്നെ
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മനസ്സോടെ, അത്തരത്തിലുള്ള ഒരു താല്പര്യത്തോടെ, കൃത്യമായ ഒരു നെയ്യത്തോടെ ആയിരിക്കണം നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത്. ഒപ്പം നമ്മൾ ഓരോരുത്തരും ഈ ദീനിൻ്റെ സഹായികളാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായിരിക്കുക. ഈ ഒരു മഹല്ല് സമ്മേളനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ളൊരു വിജയമാക്കേണ്ടത് നമ്മളാണ്. ഇനി നമ്മൾക്ക് വിളിക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഫോണിൽ വിളിച്ച് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ കൂട്ടായ്മയുടെ ഈ ഒരു സംഗമത്തിൻ്റെ പ്രാധാന്യത്തെ നിങ്ങൾ അവരെ കൂടെ ബോധ്യപ്പെടുത്തുക. എന്തായാലും നമ്മൾക്ക് ഇനിയൊരു ക്ലാസ്സാണുള്ളത്. നമ്മൾ ഈ ഒരു ദിനം നമ്മൾക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.